ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. ഇന്ത്യൻ രൂപയുടെ മൂല്യം അന്താരാഷ്ട്ര വിപണിയിൽ ഡോളറിനെതിരെ ഇടിയുന്ന വാർത്തകൾ സ്ഥിരമായി നമ്മൾ കേൾക്കുന്നു. ഇതോടൊപ്പം തന്നെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില ദിവസം ചെല്ലുന്തോറും വർദ്ധിക്കുകയുമാണ്. ഈ വിഷയത്തെക്കുറിച്ച് വളരെ ഗൗരവപൂർവ്വം തന്നെ നോക്കേണ്ടതുണ്ട്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സന്തോഷം നൽകുന്ന വാർത്തയാണോ അതോ ആശങ്കപ്പെടേണ്ട കാര്യമാണോ എന്നാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കേണ്ടത്. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാസികൾ ഇല്ലാത്ത വീട് തിരയേണ്ട അവസ്ഥയാണ്. അത്രയധികം ആളുകൾ പ്രവാസം സ്വീകരിച്ച ഒരു നാടാണ് നമ്മുടേത്. പ്രത്യേകിച്ച് അതിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് കൂടുതലും പണം അയക്കാൻ സാധ്യത കൂടുതലുള്ളത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർ പരിമിതമായ ആണ് പണം അയക്കുന്നത്. എങ്കിലും ബിസിനസ്സുകാരും മറ്റുമൊക്കെ നല്ല ബിസിനസ് ആവശ്യങ്ങൾക്കും ഒക്കെ ആയി വീണ്ടും നന്നായി പണം അയക്കുന്നുണ്ട്. ആദ്യമായി തന്നെ പറയട്ടെ, രൂപയുടെ മൂല്യം പിടിച്ചു നിർത്താൻ വേണ്ടി RBI പരമാവധി മാർക്കറ്റിൽ ഇടപെടുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഡോളറിന് ആവശ്യക്കാർ കൂടുമ്പോൾ ഡോളറിന്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നു. അപ്പോൾ RBIയുടെ ഇടപെടൽ ശക്തമായ കുതിപ്പിനെ തടയുന്നു എങ്കിലും പതുക്കെ രൂപ താഴേക്ക് തന്നെയാണ് പോകുന്നത്. ഈ ഒരു പ്രതിഭാസമാണ് നമ്മൾ കുറച്ച് നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മൂല്യം ഇടിയുന്നതിന്റെ പ്രധാന കാരണങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. പ്രധാനമായും അതിന് 5-6 കാരണങ്ങളാണ് ഉള്ളത്. ഡോളറിന്റെ കരുത്ത് ആഗോള വിപണിയിൽ US ഡോളർ ശക്തിപ്പെടുമ്പോൾ സ്വാഭാവികമായും രൂപയുൾപ്പെടെയുള്ള ഇതര കറൻസികളുടെ മൂല്യം കുറയുന്നു. രണ്ടാമതായി പറഞ്ഞാൽ ക്രൂഡ് ഓയിൽ ഭൂരിഭാഗവും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് നമ്മുടേത്. എണ്ണവില കൂടുമ്പോൾ കൂടുതൽ ഡോളർ നൽകേണ്ടതായി വരുന്നു. പിന്നെ വിദേശ കറൻസികളുടെ പിൻവാങ്ങൽ വിപണിയിൽ നിന്ന് പണം പിൻവലിക്കുമ്പോൾ രൂപയുടെ മൂല്യ തകർച്ച എത്തുന്നു. നാലാമതായി വരുന്നത് വ്യാപാര കമ്മി എന്ന് പറഞ്ഞാൽ കയറ്റുമതിയേക്കാൾ കൂടുതൽ ഇറക്കുമതി നടക്കുമ്പോൾ വിദേശ നാണയ ശേഖരത്തിൽ കുറവുണ്ടാകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. 5 രൂപയുടെ മൂല്യം ഇനിയും കുറയുമെന്ന് പ്രതീക്ഷിച്ച് ഇറക്കുമതിക്കാരും നിക്ഷേപകരും വൻതോതിൽ ഡോളർ വാങ്ങിക്കൂട്ടുന്നതും തിരിച്ചടിയാവുന്നുണ്ട്. ആഗോള സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ പോലും ഈ ആഭ്യന്തര ആവശ്യം രൂപയെ സമ്മർദ്ദത്തിലാക്കുന്നു. പിന്നെ ആഗോളതലത്തിൽ അതിന്റെ ഭാഗമായി ആഭ്യന്തര വിപണിയിലും സ്വർണ്ണവില അനുദിനം വർദ്ധിക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിന് അധികം ഡോളർ നൽകേണ്ടതായും വരുന്നു. ഇതും രൂപയ്ക്ക് മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിന്റെ മുന്നത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ യുദ്ധഭീതി, ഇത് രണ്ടും വലിയൊരു പ്രതിസന്ധി തന്നെയാണ് എല്ലാവിധ മാർക്കറ്റിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവിധ മാർക്കറ്റിലും ഇത് ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ അധികമാവില്ല. അത്രയും വലിയ പ്രതിസന്ധി തന്നെയാണ് ഈ യുദ്ധഭീതിയും ഉണ്ടാക്കുന്ന വലിയ പ്രതിസന്ധി. ഇതുകൊണ്ട് തന്നെയാണ് എല്ലാ വിപണികളും നിർജീവമാകുന്നതും വിപണികളിൽ നിന്ന് ആവശ്യക്കാർ സുരക്ഷിത നിക്ഷേപം തേടിപ്പോകുന്നതും. അപ്പോൾ സുരക്ഷിത നിക്ഷേപം എന്ന് പറഞ്ഞ മഞ്ഞലോഹത്തിന് ആവശ്യക്കാർ കൂടുന്നതും അത് ഇറക്കുമതി കൂടുകയും ആ ഇറക്കുമതി കൂടുന്ന സാധനത്തിന് കൂടുതൽ ഡോളർ നൽകേണ്ടി വരുന്നതായും ഒക്കെ ഈ വിപണിയെ വലിയ സ്വാധീനം ചെലുത്തുന്നു. ഇത് നമ്മുടെ ഇന്ത്യയിലും മറ്റു വിദേശ രാജ്യങ്ങളിലും ഒക്കെ ഈ സുരക്ഷിത നിക്ഷേപം എന്ന് പറഞ്ഞ് സ്വർണത്തെ കണ്ട് അത് വാങ്ങിക്കൂട്ടാനുള്ള ആവശ്യക്കാർ കൂടുന്നത് കൊണ്ട് തന്നെ അത് നമ്മൾ ഇറക്കുമതി കൂടുമ്പോൾ അതിനുവേണ്ടി നമ്മൾ കൂടുതൽ ഡോളർ ചെലവഴിക്കേണ്ടി വരുന്നു. അപ്പൊ ആ ഇറക്കുമതി കൂടുന്നത് തന്നെയാണ് വലിയൊരു പ്രതിസന്ധി ഇത് മാർക്കറ്റിൽ സൃഷ്ടിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് തീർച്ചയായും. അപ്പോൾ അത് തന്നെയാണ് ഈ സ്വർണത്തിന്റെ ഇറക്കുമതി കൂടുന്നു. സ്വർണത്തിന് ഇറക്കുമതി ചെയ്യുന്നതിന് വേണ്ടി ഡോളർ
കൂടുതൽ ചെലവഴിക്കേണ്ടി വരുന്നു. ഇതും ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. സ്വർണവും വെള്ളിയും ഒക്കെ ഇറക്കുമതി ചെയ്യുമ്പോൾ കൂടുതൽ ഡോളർ അതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നു. അപ്പോൾ കൂടുതൽ ഡോളർ ചെലവഴിക്കുമ്പോൾ രൂപയുടെ തകർച്ച അവിടെ പ്രകടമാവുകയാണ്. ഇനി വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് പണം അയക്കുന്നവരുടെ കാര്യമെടുത്താൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറയുന്നത് കൊണ്ട് കൂടുതൽ തുക ലഭിക്കുമെങ്കിലും നാട്ടിലെ പണപ്പെരുപ്പവും ഇറക്കുമതി സാധനങ്ങൾ വില കൂടുന്നതും. അപ്പോൾ ഇവിടെ പ്രധാനമായും പറയാനുള്ളത് രൂപയിൽ മാത്രം നിക്ഷേപം ഒതുക്കാതെ സ്വർണം, വിദേശ കറൻസി, ഓഹരി എന്നീ നിക്ഷേപ രീതികൾ കൂടി എല്ലാവരും പരിഗണിക്കേണ്ടതാണ്. ഇതാണ് വിദേശ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ നിക്ഷേപം വെറും രൂപയിൽ ബാങ്കിൽ നിക്ഷേപത്തിലൊതുക്കാതെ മറ്റുള്ള വഴികൾ കൂടി തേടുന്നത് കൂടുതൽ ലാഭകരമായിരിക്കും. തൽക്കാലം പൈസ അയക്കുമ്പോൾ കൂടുതൽ പണം ലഭിക്കുമെങ്കിലും അത് അവിടുത്തെ വിലക്കയറ്റം കൊണ്ട് അത് കൂടുതൽ ഫലപ്രാപ്തിയിലെത്താൻ സാധ്യതയില്ല. ഇനി കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തുന്നവർ സ്വർണത്തിലും വിദേശ കറൻസികളിലും ഡോളറിലും ഓഹരി വിപണിയിലും ഒക്കെ നിക്ഷേപിക്കുന്നത് കൂടുതൽ ഗുണകരമായിരിക്കും എന്ന് കൂടി ഇവിടെ ഉണർത്തുകയാണ്. ഏതായാലും രൂപയുടെ മൂല്യം പിടിച്ചു നിർത്തുവാൻ RBI അതിന്റെ പരമാവധി ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പിടിച്ചു നിർത്തുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് ഉണർത്താനുമുള്ളത്. തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ അതെന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാനും ഓർമ്മിപ്പിക്കണേ. വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് തോന്നിയാൽ മറ്റു സുഹൃത്തുക്കളെ കൂടി ഷെയർ ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി. അടുത്ത വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.